الحمد لله. الحمد لله رب العالمين. نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذا سألك عبادي عني فإني قريب أجيب دعوة الداعي إذا دعان فليستجيبوا لي وليؤمنوا بي لعلهم يرشدون. സത്യവിശ്വാസികളെ, വിശ്വാസികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് കാര്യബോധത്തോടുകൂടി പടച്ചവനെ അറിഞ്ഞുകൊണ്ട് ജീവിക്കണേ എന്ന് സ്വന്തത്തെയും നിങ്ങളെയും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റഹ്മാനായ റബ്ബ് ജീവിച്ചു കൊണ്ടിരിക്കുന്ന സമകാലിക സാഹചര്യങ്ങളിൽ ദീനിനെ സ്നേഹിച്ചും മുറുകെ പിടിച്ചും ജീവിക്കുന്ന അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട അടിമകളിൽ കുടുംബത്തെയും നമ്മെയും അവൻ ഉൾപ്പെടുത്തുമാറാകട്ടെ. 40ന്റെ പക്വതയിലാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നുബുവത്ത് ലഭ്യമായിട്ടുള്ളത്, തുടക്കം കുറിച്ചിട്ടുള്ളത്. മക്ക കാലഘട്ടം 13 വർഷമാണ് എന്ന് സംശയലേശമന്യേ പറയാൻ വിവരമുള്ളവരാണ് നമ്മൾ ഓരോരുത്തരും. പക്ഷേ കഠിനമായിരുന്നു 13 വർഷങ്ങൾ. മദീനയിലേത് 10 കൊല്ലവുമായിരുന്നു. മദീനയെ അപേക്ഷിച്ച് മക്കയെ പരിശോധിക്കുമ്പോൾ തീച്ചൂളകളിലൂടെയുള്ള സഞ്ചാരമായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേതും അദ്ദേഹത്തിന്റെ സ്വഹാബികളുടേതും എന്നുകൂടി നമ്മൾ വായിക്കുന്നുണ്ട്. ആദ്യത്തെ 10 കൊല്ലം പ്രവാചകന്റെ 50 വയസ്സ് പൂർത്തിയാകുന്ന ഒരു കാലം വരെ സപ്പോർട്ട് ചെയ്യാൻ, പിന്തുണക്കാൻ ഭാര്യ ഖദീജയും എളാപ്പ അബൂ ത്വാലിബും ഉണ്ടായിരുന്നു. 50ാമത്തെ വയസ്സിൽ രണ്ടുപേരും വിട പറഞ്ഞപ്പോൾ ആ 10 കൊല്ലത്തേക്കാൾ ഒന്നുകൂടി പരീക്ഷണങ്ങളും പീഡനങ്ങളും ആക്കം കൂടുകയും അതിനെ വല്ലാത്ത പ്രതിസന്ധി വർദ്ധിക്കുകയും ചെയ്ത ഒരു കാലഘട്ടമായിരുന്നു. അവിടെ നിന്ന് പിന്നീട് 3 കൊല്ലം കൂടി അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിലൂടെ മക്കക്കാരനായിക്കൊണ്ട് തന്നെ സ്വഹാബത്തിനോടൊപ്പം ജീവിക്കുകയുണ്ടായി. ഈ ഒരു 13 കൊല്ലക്കാലത്തെ നമ്മളൊന്ന് വേർതിരിക്കുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇസ്രാഉം മിഅ്റാജും നടന്ന രാത്രിയിലാണ് ഇസ്ലാം കാര്യത്തിലെ 2ാമത്തേതായ നിസ്കാരം അള്ളാഹു ആകാശ ലോകത്ത് വെച്ച് നിർബന്ധമാക്കുന്നത്. എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 10 കൊല്ലം കഴിയുന്നത് വരെ ഫർളായിട്ടുള്ള നിസ്കാരം ഉണ്ടായിരുന്നില്ല എന്നാണ് പറഞ്ഞതിന്റെ ചുരുക്കം. അവിടെ നിന്ന്
മദീനത്തേക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം 53-ാമത്തെ വയസ്സിൽ യാത്ര ചെയ്ത് പിന്നീടുള്ള 2-ാമത്തെ കൊല്ലമാണ് ചരിത്രത്തിൽ ഹിജ്റയുടെ 2-ാം കൊല്ലം. ആ കൊല്ലത്തിലാണ് സക്കാത്തും നോമ്പും നിർബന്ധമാക്കുന്നത്. ഇസ്ലാം കാര്യം 5 എന്ന് പറയുകയും ഒന്നാമത്തേത് ഷഹാദത്ത് കലിമയാണ് എന്നും 2-ാമത്തേത് നിസ്കാരവും 3-ാമത്തേത് സക്കാത്തും 4-ാമത്തേത് നോമ്പും റമദാനിലെ 5-ാമത്തേത് ഹജ്ജുമാണ് നമ്മൾ പഠിച്ചു വന്നത്. അവസാനത്തെ 4 10-12 കൊല്ലത്തിന് ശേഷമാണ്, നുബുവത്തിന് ശേഷമാണ് ലഭ്യമായതും നിർബന്ധമായതും എന്നാണ് ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. എങ്കിൽ പ്രിയപ്പെട്ടവരെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്ക കാലഘട്ടത്തിൽ 10-12 കൊല്ലം സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്ത വിഷയം എന്തായിരുന്നു? ഫർളായ നിസ്കാരം പഠിപ്പിച്ചിട്ടില്ല, ഫർളായ നോമ്പ് പഠിപ്പിച്ചിട്ടില്ല, ഫർളായ സക്കാത്ത് പഠിപ്പിച്ചിട്ടില്ല. ഹജ്ജ് പ്രവാചകൻ ഒന്നേ ചെയ്തിട്ടുള്ളൂ, അത് പ്രവാചകന്റെ വഫാത്തിന്റെ മുൻപാണ്. അവിടെ മുതലാണ് ഹജ്ജും നിർബന്ധമാക്കിയത്. പിന്നെ ഇസ്ലാം കാര്യങ്ങളിലെ 4 പിന്നീടാണെങ്കിൽ ആകെ 1 ഉണ്ടായിരുന്നുള്ളൂ, അത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പൊ മക്ക കാലഘട്ടത്തിൽ പ്രവാചകൻ നാട്ടുകാരെ പഠിപ്പിച്ചതും തന്റെ കൂടെ കൂടിയവരെ പഠിപ്പിച്ചതും പ്രധാനപ്പെട്ട 2 കാര്യങ്ങളായിരുന്നു. ഒന്ന് ആഖിറത്താണ്, 2 തൗഹീദാണ്. മക്ക കാലഘട്ടം മക്കിയ മദനിയ എന്ന് പറഞ്ഞ് വിശുദ്ധ ഖുർആനിന്റെ സൂറത്തുകളെ വേർതിരിച്ചത് നമുക്ക് അറിവുണ്ട്. ആ മക്കിയ കാലഘട്ടത്തിലെ സൂറത്തുകളെ നമ്മളൊന്ന് പരിശോധിക്കുക. ആ സൂറത്തുകളിൽ കാര്യപ്രസക്തമായി അള്ളാഹ് നമ്മളോട്, ലോകത്തോട്, അന്നത്തെ മക്കയിലെ ആളുകളോട് സംസാരിച്ചത് പരലോകത്തെ കുറിച്ചും ലാ ഇലാഹ ഇല്ലല്ലാഹയെ കുറിച്ചുമായിരുന്നു. അപ്പോൾ ഒരു റമളാൻ നമ്മിലേക്ക് കടന്നു വരുമ്പോൾ ആദ്യം നമ്മൾ എടുക്കേണ്ട പണി എന്താണെന്നോ? ആഖിറത്ത് മനസ്സിൽ ഉറപ്പിക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് ജീവിതം കൊണ്ട് ഷഹാദത്ത് ചെയ്യണം. ഈ 2 പറഞ്ഞോനാണ് പിന്നീട് ഇസ്ലാം സ്തംഭങ്ങളുടെ കൂട്ടത്തിലെ നോമ്പും നിസ്കാരവും ഒക്കെ നിർബന്ധമാക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, ആഖിറത്ത് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്ന് പറയുന്ന കേവല മുസ്ലിങ്ങളെ കൂട്ടത്തിൽ പെടേണ്ടവരല്ല നമ്മള്. അത് ഉണ്ടെന്ന് ഉറച്ചു വിശ്വസിച്ച് ജീവിതം കൊണ്ട് തെളിയിക്കുന്നതായിരിക്കണം ആഖിറത്തിനെ കുറിച്ചുള്ള വിശ്വാസം. ഇല്ലെങ്കിൽ എല്ലാരും വിശ്വസിക്കുന്നുണ്ട്. പരലോകല്ലേ എന്ന് ചോദിച്ചാൽ ഉണ്ട്. ഇവിടുന്ന് ചെയ്ത നന്മക്കും തിന്മക്കൊക്കെ കിട്ടുന്ന ഒരു ലോകല്ലേ എന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ മുസ്ലിങ്ങൾ എല്ലാത്തവരും ഉണ്ടെന്ന് പറഞ്ഞേക്കാം. അതുകൊണ്ട് അംഗീകാരമല്ല, വിശ്വാസമാണ് വേണ്ടത്. ആ വിശ്വാസം ജീവിതത്തിൽ പ്രതിഫലിക്കുക കൂടി വേണം. അപ്പോൾ ആദ്യം ആഖിറത്തും തൗഹീദും മനസ്സിൽ ഉറപ്പിച്ചവരാണ് പിന്നെ നോമ്പിനെ കുറിച്ചും റമളാനെ കുറിച്ചും ചർച്ച ചെയ്യേണ്ടത്. നോക്കൂ നിങ്ങളെ, മദീനക്കത്തെത്തിയപ്പോൾ അവിടെ ജൂതന്മാർ നോമ്പെടുക്കുന്നുണ്ട്. മുഹറം 10 ആശൂറ ആണ്. മദീനത്ത് ആദ്യകാലത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിന് ഫർളാക്കിയ ഒരു നോമ്പായിരുന്നു ആശൂറ എന്ന് പറഞ്ഞാൽ. ഫർള് നോമ്പ് റമളാനിൽ ഉണ്ടായിരുന്നില്ല, മുഹറം 10 നോമ്പ് ഫർളായിരുന്നു. ഹിജ്റ 2-ാം കൊല്ലത്തിൽ സൂറത്തുൽ ബഖറയിലെ 183-ാമത്തെ വചനം ഇറങ്ങി. യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാം. വിശ്വാസികളെ, അവിടെയും അല്ലാഹ് ഈമാൻ ഉള്ളവരെ മുഅ്മിനുകളെ എന്നാണ് വിളിച്ചത്. മുഅ്മിൻ എന്ന് പറഞ്ഞാൽ ആഖിറത്തിൽ വിശ്വസിക്കുന്നവനും തൗഹീദുള്ളവനും ബാക്കി ഈമാൻ കാര്യങ്ങൾ വിശ്വസിക്കുന്നവരെയുമാണ്. അവനെ അഭിസംബോധന ചെയ്തിട്ട് അല്ലാഹ് പറഞ്ഞു, കുതിബ അലൈക്കുമുസ് സിയാം, നിങ്ങൾക്ക് നാം നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു. കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളുടെ മുൻഗാമികൾക്കും അതുണ്ടായിരുന്നു. ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മത പാലിക്കാൻ വേണ്ടിയിട്ടാണ് അത് എന്നാണ്. ഈ ആയത്തിറങ്ങിയപ്പോൾ ആശൂറയിന്റെ ഫർളായിട്ടുള്ള നോമ്പിന്റെ ഹുക്മ് പോയി. പിന്നെ അത് നമ്മൾ അനുഷ്ഠിക്കുന്നത് പോലെ സുന്നത്തിലേക്ക് കടന്നു വന്നു. പിന്നെ റമളാൻ മാസത്തിലായിരുന്നു നോമ്പ് ഫർളാക്കിയത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ നോമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമാക്കുന്നു റമളാനിൽ. ഇനി ആ നോമ്പിനെ കുറിച്ച് വായിക്കുമ്പോൾ നോക്കൂ നിങ്ങളെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉനൈസ് ഇബ്നു ഹുദാഫ റളിയല്ലാഹു അൻഹു മരണപ്പെട്ടു, ഷഹീദായി. യുദ്ധത്തില് ഷഹീദായി. അദ്ദേഹത്തിന്റെ ഭാര്യ വിധവയായി. ഭാര്യന്റെ പേര് ഹഫ്സ ബിൻത് ഉമർ ഇബ്നുൽ ഖത്താബ് എന്നായിരുന്നു. നമ്മുടെ ഉമർ റളിയല്ലാഹുവിന്റെ മോൾ ഹഫ്സയായിരുന്നു ഭാര്യ. വിധവയായി. അടുത്ത വിവാഹം നടക്കുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായിട്ടാണ്. ഹഫ്സ ബീവി പിന്നെ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ എന്ന ദറജയിലേക്ക് ഉയരുകയാണ്. ജീവിതം മുന്നോട്ട് പോകുമ്പോൾ അവർക്ക് 2 പേർക്കും ഇടയിൽ പ്രവാചകന്റെ മനസ്സിലും ചർച്ചകളിലും തീരുമാനങ്ങളിലും
ഹഫ്സ ബീവിയെ ത്വലാഖ് ചെല്ലേണ്ട ഒരവസ്ഥയിലേക്ക് ചർച്ചകൾ വന്നു. ദീർഘമായി വായിക്കുകയും പഠിക്കുകയും ചെയ്യേണ്ട ഒരു ഭാഗമാണത്. ഞാൻ പറഞ്ഞു പോകുന്നു എന്ന് മാത്രം. ഹഫ്സ ബീവിയെ ത്വലാഖ് ചെല്ലേണ്ട ഒരു ചർച്ച വന്നപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ജിബ്രീലിനെ പറഞ്ഞയച്ചു പ്രവാചകന്റെ അടുക്കലേക്ക്. എന്നിട്ട് ജിബ്രീലിനെ കൊണ്ട് പ്രവാചകനോട് പറഞ്ഞു, പ്രവാചകരെ, നിങ്ങള് ഹഫ്സനെ തിരിച്ചെടുക്കണം എന്നാണ് അള്ളാഹ് പറയുന്നത്. അള്ളാഹ് പറയുന്നത് ഹഫ്സ ബീവിയെ തിരിച്ചെടുക്കണം എന്നാണ്. കാരണം ഇന്നഹാ സവ്വാമ ഖവ്വാമ. ഹഫ്സ എന്ന് പറഞ്ഞാൽ രണ്ട് യോഗ്യത അള്ളാഹ് പറഞ്ഞയച്ച ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയാണ്. ഹഫ്സ ബീവിന്റെ നബിയെ സവ്വാമ, നല്ലോണം നോമ്പെടുക്കുന്നവളാണ്. ഖവ്വാമ, രാത്രി നിന്ന് നിസ്കരിക്കുന്നവരാണ്. സാധാരണ നോമ്പെടുക്കുന്നവരെ സവ്വാം എന്ന് പറയില്ല, നല്ലോണം നോമ്പെടുക്കുന്നവരെ പറയാ. നല്ലോണം രാത്രി നിന്ന് നിസ്കരിക്കുന്ന ആളാണ്. ഈ രണ്ട് യോഗ്യത ഉള്ള ഹഫ്സ ബീവിയെ നിങ്ങൾ തിരിച്ചെടുക്കണമെന്ന് അള്ളാഹ് പറഞ്ഞിട്ടുണ്ട് എന്നാണ്. പ്രിയപ്പെട്ടവരെ, വിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹ് കുറച്ചുകൂടി പ്രയോറിറ്റി, കുറച്ചുകൂടി മുൻഗണന നൽകി പരിഗണിക്കുന്നവരുടെ കൂട്ടത്തിൽ നോമ്പെടുക്കുന്നവർ ഉണ്ട് എന്ന് ഈ സംഭവം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സ്വാമ യൗമൻ ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ആരെങ്കിലും ഒരു ദിവസം നോമ്പെടുത്താൽ, ഒറ്റ ദിവസം, അത് റമളാനിലാണെന്ന് ഈ ഹദീസിലില്ല, ഒരു ദിവസം നോമ്പെടുത്താൽ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ആ ഒറ്റ നോമ്പ് കൊണ്ട് ഇല്ല ബഅദല്ലാഹു ബിദാലികൽ യൗം വജ്ഹഹു അനിൻ നാരി 70 ഖരീഫ. ആ നോമ്പെടുത്ത വ്യക്തിയെ, ഒരു ദിവസം നോമ്പെടുത്ത വ്യക്തിയെ നരകത്തിൽ നിന്ന് അള്ളാഹു 70 വർഷത്തെ അകലം, വഴിദൂരം അകറ്റി നിർത്തുന്നതാണ്. 70 വയസ്സ് പൂർത്തിയായവർ തുലോം നമ്മുടെ കൂട്ടത്തിൽ കുറവാണ്. പക്ഷേ അവർ ജീവിച്ച കാലം, രാത്രിയിലും പകലിലും അവർ സഞ്ചരിച്ചെത്തിയ ഒരു യാത്രാ ദൂരമുണ്ടല്ലോ, ആ യാത്രാ ദൂരത്തേക്ക് അള്ളാഹു അവനെ നരകത്തിൽ നിന്ന് അകറ്റി നിർത്തുന്നതാണ്. എത്രങ്ങാനും ദൂരമായി നരകത്തിൽ ഒരൊറ്റ നോമ്പ് കൊണ്ട്. അങ്ങനത്തെ 10, 29, 30 നോമ്പുകൾ എടുക്കാനുള്ള ഒരു അവസരം അള്ളാഹു നമ്മുടെ മുമ്പിൽ തുറന്നു വെച്ച് തരാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടും. നോക്കൂ നിങ്ങള്, ഇതേ ഹദീസിന്റെ ഒരു മറുഭാഗം ഇതേ ആശയത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാന്റെ മാർഗത്തിൽ ഒരു ദിവസം നോമ്പെടുത്താൽ അള്ളാഹ് അവന്റെയും നരകത്തിന്റെയും ഇടയ്ക്ക് ഒരു ഖന്ദഖ് പണിയുന്നതാണ്. ഖന്ദഖ് എന്ന് പറഞ്ഞാൽ കുഴിയെന്നും കിടങ്ങെന്നും ഒക്കെ നമുക്ക് അർത്ഥം വെക്കാം. അങ്ങനെ ഒരു കിടങ്ങ് പണിയും. ആ കിടങ്ങിന്റെ വലുപ്പം എന്താണെന്നോ, ആകാശവും ഭൂമിയും തമ്മിൽ എത്ര വ്യത്യാസമുണ്ടോ, എത്ര അകലമുണ്ടോ, അതുപോലത്തെ ഒരു കിടങ്ങ് ഒരു ദിവസം നോമ്പ് നോറ്റവന്റെയും നരകത്തിന്റെയും ഇടയിൽ അമ്മ പണിയെടുത്ത് പറഞ്ഞാൽ ഒരൊറ്റ നോമ്പ് മതി നരകത്തുനിന്ന് ബഹുദൂരം അകന്നു നിൽക്കാൻ എന്ന ഒരു സന്ദേശമാണ് റസൂലുള്ളാഹി ഇതിലൂടെ നമുക്ക് നൽകുന്നത്. പ്രിയപ്പെട്ടവരെ, ചില്ലറ ആരാധനയിലേക്കല്ല നമ്മൾ ഒരുങ്ങുന്നത് എന്നാണ് പറഞ്ഞതിന്റെ ചുരുക്കം. അള്ളാഹ് പറഞ്ഞു, നിന്റേതാണ് നോമ്പ്, നിന്റേതാണ്. 4 കുട്ടികളുള്ള, 4 മക്കളുള്ള വാപ്പ രണ്ടാമത്തോലെ ചേർത്ത് നിർത്തി ബാക്കി 3 ആളും ഇല്ലാത്ത സമയത്ത് കൂട്ടുകാരനോട് പറയുന്നുണ്ട്, ഇത് നിന്റെ കുട്ടിയാണ്. ബാക്കിയുള്ളവരൊക്കെ മൂപ്പരെ കുട്ടി തന്നെ, പക്ഷെ ഇത് നിന്റേതാണ് എന്ന് പറയുമ്പോൾ അതിനോടൊരു ലാളന വരുന്നുണ്ട്. എന്നതുപോലെ അള്ളാഹ് നോമ്പിനെ ചേർത്ത് നിർത്തി, ഇതെന്റേതാണ്, ഞാനാണ് കൂലി കൊടുക്കുന്നത്. നിസ്കാരത്തിനും അള്ളയാണ് കൂലി തരുന്നത്, ഹജ്ജിനും അള്ളയാണ് കൂലി തരുന്നത്, സക്കാത്തിനും അള്ളയാണ് കൂലി തരുന്നത്. എന്നാൽ അള്ളാഹ് സ്പെഷ്യലായി എടുത്തു പറയണേ, നിന്റേതാണിത്, ഞാനാണ് ഇതിന് കൂലി തരുന്നത് എന്ന് പറയുമ്പോൾ അത് വല്ലാത്ത ഒരു പോരിശ നമുക്ക് അതിന്റെ പിന്നിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ആ നോമ്പെടുത്ത ആളുകൾ മാത്രം പരലോകത്ത് അവരെ ബാബു റയ്യാൻ വിളിക്കുന്നു എന്നാണ്. ബാബു റയ്യാനിലൂടെ വേറെ ആരും കടന്നുപോകില്ല, നോമ്പുകാരൻ മാത്രമാണ് എന്നാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നോമ്പ് ചില്ലറ ആരാധനയല്ല, അതിനു വേണ്ടി തയ്യാറാകാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് എന്നാണ്. ഇനി നോക്കൂ നിങ്ങൾ, എന്തുകൊണ്ടാണ് റമളാൻ മാസത്തിൽ അള്ളാഹ് ഈ നോമ്പിനെ കൊണ്ടന്ന് ഫിറ്റ് ചെയ്തത് എന്ന് ആലോചിച്ചിട്ടുണ്ടോ നിങ്ങൾ? വേറെ മാസങ്ങളില്ലേ? ബാക്കി 11 മാസങ്ങൾ ഉണ്ടായിട്ടില്ലേ? എന്തിനെ അള്ളാഹു 12 മാസങ്ങളിൽ പവിത്രമാക്കിയ 4 മാസങ്ങളില്ലേ? ആ 4 മാസങ്ങളെയൊന്നും തിരഞ്ഞെടുത്ത് അതിന്റെ ഉള്ളിൽ നോമ്പിനെ അള്ളാഹ് നിർബന്ധാക്കിയില്ല. പിന്നെ എന്തേ റമളാൻ കൊണ്ടുവന്നത്? അതാണ് സൂറത്തുൽ ബഖറയിലെ നേരത്തെ ഞാൻ ഓതിയ 183ന്റെയും 184ന്റെയും ശേഷം 185ാമത്തെ ആയത്തിൽ അള്ളാഹ് പറഞ്ഞത്, ശഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൻ ലിന്നാസ് വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ ഫമൻ ശഹിദ മിൻകുമുശ് ശഹ്ർ ഫൽയസും. അതെ, റമളാനിൽ നോമ്പ് കൊണ്ടുവന്ന് ഫർളാക്കാനുള്ള കാരണം റമളാനിലാണ് അള്ളാഹു ഖുർആനിനെ ഇറക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ഫമൻ ശഹിദ മിൻകും, ആ മാസത്തിൽ നിങ്ങൾ ആരെങ്കിലും
ഭൂമിക്ക് മുകളിൽ ആവതുള്ളവരായിട്ടുണ്ടെങ്കിൽ ഫല്യസ്സും നോമ്പെടുത്തു കൊള്ളട്ടെ എന്നാണ്. അപ്പോ റമളാനിലെ അള്ളാഹ് തിരഞ്ഞെടുക്കാൻ കാരണം റമളാനിലാണ് അള്ളാഹുവിന്റെ കലാമാകുന്ന ഖുർആനിനെ അള്ളാഹു ഇറക്കിയത് എന്നാണ്. ഷഹ്റു റമളാൻ ഷഹ്റുൻ മുബാറക്. ഇതാ നിങ്ങൾക്കൊരു മാസം വരാനുണ്ട്, അനുഗ്രഹീതമായ ഒരു മാസമാണതെന്ന് വിളിച്ചു പറയപ്പെടാറുണ്ടായിരുന്നു എന്നാണ്. പിശാചിനെ ബന്ധിക്കപ്പെടുന്ന ഒരു മാസം. ഇത് കേൾക്കുമ്പോൾ എല്ലാ കൊല്ലവും കേൾക്കണരുത് എന്നുള്ളതിലപ്പുറം ആരാ പിശാചിൽ നിന്ന് തിരിച്ചറിഞ്ഞ് അവൻ അല്ലാഹു ചങ്ങലയിൽ ബന്ധനസ്ഥനാക്കുമെന്ന് പറയുമ്പോൾ എന്തൊരു അവസരമാണ് ഒരു വിശ്വാസിക്ക് കിട്ടുന്നത് എന്ന് തിരിച്ചറിയാനുള്ള ഈ മാലിക ആവേശമുള്ളവരെ, അതേ ചങ്ങലക്കിടും ശൈത്വാനെ പിശാചിനെ എന്ന് പറയുമ്പോൾ ഒരു സന്തോഷം വിശ്വാസിയുടെ മനസ്സിലേക്ക് കടന്നു വരാനുണ്ട്. അവൻ ആഗ്രഹിക്കുന്ന സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയും അവൻ കയറി ചെല്ലരുത് എന്ന് ആഗ്രഹിക്കുന്ന നരകത്തിന്റെ കവാടങ്ങളെ കുട്ടിയടക്കപ്പെടുകയും ചെയ്യുന്ന മാസമാണ് റമളാൻ എന്ന് പറയുമ്പോൾ വിശ്വാസികൾക്ക് മാത്രമേ മനസ്സിൽ സന്തോഷം ഉണ്ടാകുള്ളൂ, അല്ലാത്തവർക്ക് സന്തോഷം ഉണ്ടാകാൻ സാധ്യതയില്ല. പ്രിയപ്പെട്ടവരെ, നോക്കൂ നിങ്ങള്, പ്രവാചകന്റെ മുമ്പിൽ വന്നു. അദ്ദേഹം കണ്ടൊരു സ്വപ്നം റസൂലുള്ളാഹിനോട് പറഞ്ഞു. സ്വപ്നത്തിന്റെ ചുരുക്കം ഇങ്ങനെയാണ്: രണ്ടാളുകളും ഇസ്ലാം സ്വീകരിച്ചത് ഒരേ ദിവസമായിരുന്നു. ആ രണ്ടാളുകളും ഒരേപോലെ യുദ്ധത്തിൽ പങ്കെടുത്തു. നടന്നൊരു സംഭവമാണ്. രണ്ടുപേരും യുദ്ധത്തിൽ പങ്കെടുത്തു. യുദ്ധത്തിൽ ആ യുദ്ധക്കളത്തിൽ വെച്ച് ഒരാൾ ഷഹീദായി. ആ യുദ്ധക്കളത്തിൽ നിന്നും മുറിവ് ബാധിച്ച് രണ്ടാമത്തെ ആള് ബെഡിലുമായി. അങ്ങനെ കുറച്ച് കാലം കഴിഞ്ഞിട്ടാണ് രണ്ടാമത്തെ വ്യക്തി മരണപ്പെട്ടത്. റസൂലേ, ഞാൻ എന്റെ സ്വപ്നത്തിൽ കണ്ടത് ആ ബെഡിലായി പിന്നീട് മരണപ്പെട്ട വ്യക്തി ആദ്യം സ്വർഗത്തിൽ പോകുന്നു. അതെ, ആ യുദ്ധക്കളത്തിൽ വെച്ച് ഷഹീദായ ആള് അദ്ദേഹത്തിന്റെ തൊട്ട് രണ്ടാളും സ്വർഗത്തിലാണ്, ഒരേ സമയമാണ്. പക്ഷേ ഒന്ന് മുമ്പിൽ പിന്നീട് മരണപ്പെട്ട വ്യക്തിയാണ്. എന്താണ് നബിയെ അത് എന്നായിരുന്നു റസൂലുള്ള ഉത്തരം പറഞ്ഞത്? ചില ചോദ്യങ്ങളിലൂടെയായിരുന്നു. റസൂലുള്ള ചോദിച്ചു, അദ്ദേഹം പിന്നീടും ജീവിച്ചില്ലേ? ജീവിച്ചു. റമളാൻ കിട്ടിയില്ലേ? റമളാൻ കിട്ടി. നോമ്പെടുത്തില്ലേ? നോമ്പും എടുത്തിരുന്നു. ചോദിച്ച കാര്യം മനസ്സിലായി എന്ന് പറഞ്ഞാൽ ഒരു റമളാൻ കൂടി അദ്ദേഹത്തിന് കിട്ടിയപ്പോൾ ഒരു പടി മുമ്പിൽ തന്നോടൊപ്പം തന്റെ മുമ്പിൽ ഷഹീദായ തന്റെ കൂട്ടുകാരനേക്കാൾ ഒരു പടി മുന്നിൽ സ്വർഗത്തിലേക്ക് ആ മനുഷ്യൻ കയറി പോകാൻ കാരണം റമളാൻ ആണ് എന്നായിരുന്നു അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വലിയ വലിയ പോരിശകളുള്ള ഹുർമത്തുകളുള്ള അതേ ഒരു വിശ്വാസിക്ക് സന്തോഷം നൽകുന്ന വീട്ടിന്റെ അകത്തൊരു മംഗലവും വീട്ടിന്റെ അകത്തൊരു വീട്ടുകൂടലും അതല്ലെങ്കിൽ അതിനപ്പുറം സന്തോഷങ്ങളും ഉണ്ടാകുന്നതിലേക്കാളും അപ്പുറം ഈമാനുള്ള ഒരു വിശ്വാസിക്ക് മനസ്സിലേറെ ആനന്ദവും സന്തോഷവും തോന്നേണ്ട ഒരു ദിവസങ്ങളിലൂടെയാണ്, ദിനരാത്രങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഖുർആൻ ഇറങ്ങിയത് മാത്രമല്ല റമളാനിൽ. നോക്കൂ നിങ്ങള്, ബാക്കി 3 ഗ്രന്ഥങ്ങൾ നമ്മൾ എണ്ണി പറയാറുണ്ട്. ഇഞ്ചീലും തൗറാത്തും അതുപോലെ തന്നെ സബൂറും ഒക്കെ ഇറങ്ങിയത് റമളാനിലായിരുന്നു എന്ന് നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. ബദർ യുദ്ധം മാത്രമല്ല റമളാനിൽ നടന്നിട്ടുള്ളത്. ഉഹദിന്റെ യുദ്ധത്തിനുള്ള പടക്കോപ്പുകൾ ഒരുങ്ങിയതും പ്ലാനിങ്ങുകൾ നടത്തിയതും റമളാനിലാണ് എന്ന് ചരിത്രം പറയുന്നു. ഫത്ഹു മക്ക, ഇസ്ലാമിക ചരിത്രത്തിലെ മക്കം ഫത്ഹ് എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയൊരു വിജയമില്ല. ആ വിജയം സംഭവിച്ചതും റമളാനിലാണ് എന്നാണ്. ഖന്തക്ക് സംഭവിച്ചതും അതിലാണ്. എന്നാൽ ഖുർആനിന്റെ മാസമായതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പിനെ ഈ മാസത്തിലേക്ക് കൊണ്ടുവന്ന് ഫർളാക്കിയത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ റമളാനിലേക്ക് നോമ്പ് കൊണ്ടുവരാൻ കാരണമായ ഖുർആൻ ഉണ്ടല്ലോ, ഖുർആനുമായി ഞാനും നിങ്ങളും പുലർത്തുന്ന ബന്ധത്തിന്റെ അളവ്, അതിന്റെ തോത് എത്രയാണ് എന്ന് ചിന്തിക്കേണ്ട ഒരു സമയം കൂടിയാണ്. ഇന്നലില്ലാഹി ഇന്ന അഹ്ലീന, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, ഇന്നലില്ലാഹി തആല അഹ്ലീന മിനൻ നാസ്. അല്ലാഹുക്ക് ജനങ്ങളെ കൂട്ടത്തിൽ ചില ആൾക്കാരുണ്ട്, അള്ളാന്റെ ആൾക്കാരുണ്ട്. സ്വഹാബത്ത് ചോദിച്ചു, റസൂലേ, അള്ളാന്റെ ആൾക്കാരോ മനുഷ്യന്മാരെ കൂട്ടത്തിൽ അള്ളാന്റെ ആൾക്കാരോ അവരാരാണ്? റസൂലുള്ളാഹി മറുപടി കൊടുത്തു, അഹ്ലുൽ ഖുർആൻ, ഖുർആന്റെ ആളുകളാണ് അള്ളാന്റെ ആൾക്കാർ എന്നാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഖുർആനുമായി ബന്ധം എന്താണ്? ഖുർആനിൽ നമ്മൾ വായിച്ചെടുത്ത സൂറത്തുകളുടെ പേരുകൾ എത്രയാണ്? അതല്ലെങ്കിൽ ഞാൻ ഖുർആനുമായി ജീവിക്കുന്നവനാണോ? ഖുർആനിനെ ഇമാമാക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്ന ചിന്ത കൂടി നടത്തേണ്ട ഒരു കാര്യമാണ്.
അടുത്ത ആയത്ത് 186 സൂറത്തുൽ ബഖറയിലേത്. വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്. അല്ലാഹു റമളാനിനെ കുറിച്ചും നോമ്പിനെ കുറിച്ചും പറഞ്ഞ് 187 ആയത്തിൽ വീണ്ടും നോമ്പിന്റെ വിധിവിലക്കുകൾ പറയുമ്പോൾ 186 അതിന്റെ ഇടയ്ക്ക് അല്ലാഹു പറഞ്ഞു വെച്ച ഒരു ആയത്ത് എന്താണെന്നറിയോ? വഇദാ സഅലക ഇബാദി അന്നി, പ്രവാചക എന്നെ കുറിച്ച് എന്റെ അടിമകൾ താങ്കളോട് ചോദിച്ചാൽ ഫഇന്നി ഖരീബ്, ഞാൻ അവർക്ക് അടുത്തവനാണ് എന്ന് നിങ്ങൾ പറയണം. ഉജീബു ദഅവത്തദ് ദാഇ ഇദാ ദഅൻ, എന്നോട് ആര് പ്രാർത്ഥിക്കുന്നുവോ അവന് ഞാൻ ഉത്തരം കൊടുക്കുമെന്നും താങ്കൾ അവരോട് പറയണം. ഫലസ്തജീബു ലി വലുമിനു ബി ലഅല്ലഹും യർഷുദൂൻ എന്ന അല്ലാഹുവിന്റെ റസൂലിനോട് അല്ലാഹു നിങ്ങളുടെ നാട്ടുകാരും നിങ്ങളുടെ ബന്ധപ്പെട്ടവരും നിങ്ങളോട് എന്നെ കുറിച്ച് ചോദിച്ചാൽ നിങ്ങളെ ഞാൻ അടുത്തവനാണെന്ന് പറഞ്ഞു കൊടുക്കണേ എന്ന ദുആഇന്റെ ആയത്ത് കൂടി ഈ പ്രാർത്ഥനകൾക്കിടയിൽ, ഈ ഒരു റമളാനിന്റെയും നോമ്പിന്റെയും ആയത്തുകൾക്കിടയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ചിട്ടുണ്ടെങ്കിൽ ആ ആയത്തുകൾ വിശദീകരിച്ച് ഈ കൂട്ടത്തിൽപ്പെട്ട ഒരു ആയത്തായി വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറയുന്നത് ഷഹ്റു ദുആ, റമളാൻ എന്ന് പറഞ്ഞാൽ ദുആഇന്റെ മാസം കൂടിയാണ്. അള്ളാഹുവിനോട് കരഞ്ഞു പറയാൻ, അള്ളാഹുവിനോട് തേടാൻ, അള്ളാഹുവിനോട് ഭൗതികവും അഭൗതികവുമായ കാര്യങ്ങൾ തേടാൻ, അതെ ഇപ്പോഴത്തെയും പരലോകത്തെയും അവസ്ഥാവിശേഷങ്ങൾ മെച്ചപ്പെട്ട് കിട്ടാൻ വേണ്ടി തേടാൻ, ലിസ്റ്റ് ഉണ്ടാക്കി പടച്ച റബ്ബിലേക്ക് കൂടുതൽ അടുക്കേണ്ട ഒരു മാസമാണ് റമളാൻ എന്ന് കൂടി പറയുന്നു. അറിയുക, നാം വല്ലാതെ പൊറുക്കുന്നവനാണ്. ലിമൻ താബ, തൗബ ചെയ്യുന്നവർക്ക് വേണ്ടി, വആമന, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി, വഅമില സ്വാലിഹ, സൽക്കർമ്മം ചെയ്യുന്നവർക്ക് വേണ്ടി എന്ന് അല്ലാഹു പറയുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒരു വെള്ളിയാഴ്ച കൂടി ഒരു പക്ഷേ അല്ലാഹു നമുക്ക് കനിഞ്ഞേകാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ റമളാൻ നമ്മെ കാത്തു നിൽക്കുമ്പോൾ ഒരുങ്ങേണ്ട രൂപത്തിൽ മാനസികമായി, വിജ്ഞാനപരമായി അതല്ലെങ്കിൽ ചെയ്യേണ്ടതെല്ലാം നിർവഹിച്ച് തലേ ദിവസത്തേക്കും 2 ദിവസം മുന്നത്തേക്കും നിർത്തിവെക്കാതെ അള്ളാഹുവിന്റെ ഈ ഓഫറിലേക്ക് കൂടുതൽ അടുക്കാനുള്ള അവസരങ്ങൾ ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിയണം. അള്ളാഹു അതിനുള്ള തൗഫീഖും ബറക്കത്തും ഖൈറാത്തുകളും നമുക്ക് എല്ലാവർക്കും അനുഗ്രഹിച്ച് നൽകുമാറാകട്ടെ. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله والصلاة والسلام على رسول الأمين وعلى آله وصحابه أجمعين أما بعد اتقوا الله. അല്ലാഹുവിനെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉപദേശിക്കുന്നു, വസിയത്ത് ചെയ്യുന്നു. നോമ്പിന്റെ ഷർത്തുകൾ പറയുന്നിടത്ത്, നിബന്ധനകൾ പറയുന്നിടത്ത് ഒന്നാമത്തേത് നോമ്പെടുക്കേണ്ടത് അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ ഒന്നാമത്തെ നിബന്ധന മുസ്ലിം ആവണം എന്നുള്ളതാണ്. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു ദഅവത്തിന്റെ ആവശ്യാർത്ഥം റസൂലുള്ളാഹി മദീനയിൽ നിന്ന് യമനിലേക്ക് പറഞ്ഞയക്കുമ്പോൾ അദ്ദേഹത്തോട് സംസാരിച്ച ഒരു ഹദീസ് പ്രശസ്തമാണ്. അള്ളാഹിന്റെ റസൂല് പറയുന്നുണ്ട്, മുആദ്, താങ്കൾ പോകുന്നത് അഹ്ല കിതാബുകാരിലേക്കാണ്, ഗ്രന്ഥം കിട്ടിയ ആളുകളിലേക്കാണ്, ജൂത ക്രൈസ്തവരിലേക്കാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണം, മുഹമ്മദ് റസൂലുള്ളാഹി പറയണം. അത് അംഗീകരിച്ചാൽ എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളായാൽ പിന്നെ നിങ്ങൾ നിസ്കാരവും നോമ്പും അവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം എന്നാണ്. അപ്പോ അള്ളാഹു നോമ്പും റമളാനും ഒക്കെ സ്വീകരിക്കണമെങ്കിൽ അടിസ്ഥാനപരമായി വേണ്ട ഒന്നാമത്തെ നിയ്യത്ത്, ഒന്നാമത്തെ നിബന്ധന മുസ്ലിം ആവുക എന്നുള്ളതാണ്. നാട്ടിൽ ഒരുപാട് ആളുകൾ നോമ്പെടുക്കും, പക്ഷെ അള്ളാഹ് ആരുടേതാണ് സ്വീകരിക്കുക എന്ന് ചോദിച്ചാൽ പടച്ചോന് കീഴ്പ്പെടുക എന്ന അർത്ഥം വരുന്ന അറബിയിൽ മുസ്ലിം ആവുക എന്ന ആ സ്റ്റാൻഡിലേക്ക് എത്തിയ ആളുകളിൽ നിന്നാണ് പടച്ചോ സ്വീകരിക്കുക എന്ന നിബന്ധന നമ്മൾ അറിയണം. രണ്ടാമത്തേത് പ്രായപൂർത്തിയാവുക എന്നുള്ളതാണ്. കുട്ടികൾക്ക് നോമ്പ് നിർബന്ധമില്ല. എന്നാൽ വകതിരിവെത്തി തുടങ്ങിയ കുട്ടികളോട് നമ്മൾ അവരെ പ്രോത്സാഹിപ്പിച്ച് അവർക്ക് അവസരങ്ങൾ ഉണ്ടാക്കി കൊടുത്ത് സമ്മാനങ്ങൾ ഓഫർ ചെയ്യണമെങ്കിൽ ഓഫർ ചെയ്ത് അവരുടെ നോമ്പിന്റെ പ്രതിഫലം കൂടി നമുക്ക് കിട്ടുന്ന രൂപത്തിലേക്ക് നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും. എപ്പോഴാണ് ഒരു കുട്ടി പ്രായപൂർത്തി എത്തുക? ഒന്നുകിൽ 15 വയസ്സാണ്, അതല്ലെങ്കിൽ നമ്മുടെ ജനനേന്ദ്രിയത്തിന്റെ ചുറ്റുവട്ടങ്ങളിലും കക്ഷങ്ങളിലും രോമം മുളക്കലാണ്, അതല്ലെങ്കിൽ ഉറക്കിലോ ഉണർച്ചയിലോ സ്ഖലനം സംഭവിക്കലാണ്. ഫിഖ്ഹ് കിതാബുകളിൽ ഒരു ആൺകുട്ടി അതല്ലെങ്കിൽ ഒരു പെൺകുട്ടി
പ്രായപൂർത്തി എത്തി എന്നുള്ളതിന്റെ അടയാളമാണ്. പെൺകുട്ടികളാണെങ്കിൽ അവർക്ക് ഹൈദ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് എങ്കിൽ, മെൻസസ് സ്റ്റാർട്ട് ചെയ്യുന്നെങ്കിൽ അത് പ്രായപൂർത്തിയായി എന്നുള്ളതിന്റെ അടയാളമാണ്. അതിനുശേഷം അവിടെ മുതൽ അവരെ സംബന്ധിച്ചിടത്തോളം നോമ്പ് നിർബന്ധമാണ്. അഥവാ നിബന്ധനയിൽ 2 പ്രായപൂർത്തി എത്തുക എന്നുള്ളതാണ്. മൂന്നാമത്തത് ആഖിൽ എന്നാണ്. ബുദ്ധി ഉണ്ടാവണം. ഭ്രാന്തന്മാർക്ക് എന്തില്ല, ബുദ്ധി ഇല്ലാത്ത ആളുകൾക്ക് എന്ന് പറഞ്ഞാൽ ആ നിലക്ക് ബുദ്ധി എത്താത്ത ആളുകൾക്ക് നോമ്പില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. 2 രൂപത്തിലാണ് ബുദ്ധി നഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടാവുക. ഒന്നുകിൽ പൊതുവെ ജന്മനാലോ അല്ലെങ്കിൽ അങ്ങനെ പോരുമ്പോഴോ ബുദ്ധി നഷ്ടപ്പെട്ട് നീങ്ങുന്നൊരവസ്ഥ വരാറുണ്ട്, അവർക്ക് നോമ്പ് നിർബന്ധമില്ല. രണ്ടാമത്തേത് വാർദ്ധക്യം വന്ന് ചെന്നി ബാധിക്കുക എന്നൊക്കെ പറയാറുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മൾ പറയും അത്തും പിത്തൊക്കെ പറയാൻ തുടങ്ങിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ പരിസരബോധമില്ലാതെ ബുദ്ധി നീങ്ങുന്നൊരവസ്ഥ, അവിടെയും എന്തില്ല, അവർക്കും നോമ്പില്ല. കാരണം ബുദ്ധി ഉള്ളവർക്കാണ് നോമ്പ്. ഇസ്ലാമിന്റെ ഒരു പ്രത്യേകതയാണത്. ബുദ്ധിയെ പരിഗണിച്ച മതമാണത്. ബുദ്ധിയുള്ളവർക്ക് എല്ലാ ഹുക്കുമുകളും എന്ത് ചെയ്യുന്നുള്ളൂ, ബാധകമാകുന്നുള്ളൂ. നാലാമത്തേത് ഖാദിറാവുക എന്നുള്ളതാണ്. നോമ്പെടുക്കാൻ കഴിവുണ്ടാകുക എന്നുള്ള നിബന്ധന. അതുകൊണ്ടാണ് രോഗികൾക്ക് ഇളവ് കൊടുത്തത്. രോഗികൾക്ക് എന്തില്ല, നോമ്പ് നിർബന്ധമില്ല. അവർക്ക് പിന്നെ നോറ്റുവീട്ടിയാൽ മതി. ഇനി പിന്നെ നോറ്റുവീട്ടാൻ കഴിയാത്ത ആളാണെങ്കിൽ അവർക്ക് ഫിദിയ കൊടുത്താൽ മതി. കാരണം ചില ആളുകൾക്ക് നോറ്റുവീട്ടാൻ കഴിയാത്ത രൂപത്തിൽ നിത്യരോഗികളായിരിക്കാം, വാർദ്ധക്യം കൊണ്ട് പ്രയാസപ്പെടുന്നവരായിരിക്കാം. അവർക്കും നോമ്പ് നിർബന്ധമില്ല. കാരണം ഖാദിറാണ്, കഴിവുള്ളവരാണ് എന്ത് ചെയ്യേണ്ടത്, നോമ്പെടുക്കേണ്ടത് എന്നുള്ളതാണ് അതിന്റെ നിബന്ധനയുടെ കാരണം. മറ്റൊന്ന് മുഖീമിനാണ് നോമ്പ് നിർബന്ധം. നാട്ടിൽ നിൽക്കുന്ന ആൾക്കാണ് നോമ്പ് നിർബന്ധം. അതുകൊണ്ടാണ് മുസാഫിറിന്, യാത്രക്കാരന് ഇളവുണ്ട് എന്ന് പറയാൻ കാരണം. യാത്രക്കാരന് എന്തില്ല, നോമ്പിൽ ഇളവുണ്ട്. അവനെന്ത് ചെയ്യാം, പിന്നീട് നോറ്റ് വീട്ടിയാൽ മതി. എന്നാൽ അവിടെ നമ്മൾ അറിയേണ്ട കുറെ പിന്നെ വിധികളും വിലക്കുകളും ഉണ്ട്. എല്ലാ യാത്രക്കാരനും നോമ്പ് ഒഴിവാക്കാൻ പറ്റുമോ? അവിടെ പണ്ഡിതന്മാർ ചർച്ച ചെയ്യുന്നുണ്ട്. ദീർഘമായ ചർച്ചയിൽ നമുക്ക് സ്വീകരിക്കാൻ പറ്റിയത് യാത്രക്കാരന് ഇളവുണ്ട് എന്ന് അംഗീകരിച്ചുകൊണ്ട് തന്നെ പ്രയാസമൊന്നുമില്ല, ബുദ്ധിമുട്ടൊന്നുമില്ല, ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല, അങ്ങനത്തെ ഒരു യാത്രയാണെങ്കിൽ പിന്നെ അവന് നോമ്പെടുക്കാവുന്നതാണ്. എന്നാൽ ക്ലേശം ഉണ്ടാവും, പ്രയാസം ഉണ്ടാവും എന്നുണ്ടെങ്കിൽ നോമ്പെടുക്കാനും പാടില്ല. കാരണം ശരീരത്തെയും സ്വന്തത്തെയും ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ഒരു ഇബാദത്തിന് ഇസ്ലാം അനുമതി നൽകുന്നില്ല. അതുകൊണ്ട് തന്നെ പ്രയാസം ഉണ്ടാവും, ക്ലേശം ഉണ്ടാവും, അവൻ നോമ്പെടുക്കാൻ പാടില്ല എന്നാണ്. ചില സമയങ്ങളിൽ അതൊക്കെ തെറ്റായി കൂടി വരുന്ന അവസ്ഥകളുണ്ട്. കാരണം ശരീരത്തെ പീഡിപ്പിച്ചുകൊണ്ടുള്ള അവസ്ഥ വന്നാൽ അതൊരു പക്ഷെ തെറ്റിയ അവസ്ഥയിലേക്ക് വരാൻ കാരണമുണ്ട് എന്നാണ്. പിന്നെ എപ്പോഴാണ് ഇളവ് തുടങ്ങുന്നത്? ഞാൻ അടുത്ത ആഴ്ച യാത്ര പോകുന്നുണ്ട്, അത് റമദാനാവും, അതുകൊണ്ട് ഇപ്പൊ തന്നെ നിയ്യത്താക്കുക. ആ ഒരാഴ്ച എനിക്ക് എന്തില്ല, നോമ്പില്ല, അതില്ല. പണ്ഡിതന്മാർ പറയുന്നുണ്ട്, അഭിപ്രായ വ്യത്യാസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഫിഖ് ഗ്രന്ഥങ്ങളിൽ ഉണ്ടെങ്കിലും നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്നത് എപ്പോഴാണോ യാത്ര തുടങ്ങുന്നത് അപ്പോഴാണ് ഇളവ്. കാരണം അപ്പോഴാണല്ലോ യാത്രക്കാരനാവുന്നത്, അവിടെ മുതലാണ് എന്ന്. അപ്പൊ മുഖീമിനാണ് നിബന്ധന, നോമ്പ് നിർബന്ധം എന്നുള്ള. യാത്രക്കാരന് ഇളവുകളുണ്ട്. ആ വിഷയം നമ്മൾ കൂടുതൽ അറിയേണ്ടതാണ്. മറ്റൊന്ന് തടസ്സമില്ലാത്ത, ഖാദിറിന്റെ കൂട്ടത്തിൽ പെടുന്നവർ തന്നെയാണ്. നോക്കൂ നിങ്ങൾ, കഴിവില്ലാത്ത ആളുകളെ നോമ്പെടുക്കാൻ കഴിവില്ലാത്തവരായി മാറുന്നവരാണ് ഗർഭിണികളും മുലയൂട്ടുന്നവരും ആർത്തവരക്തവും പ്രസവരക്തവും ഒക്കെ ഉള്ള ആളുകൾ. അവർക്കും എന്തില്ല, നോമ്പില്ല എന്ന് മനസ്സിലാക്കുക. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം 6:45 ബാങ്ക് കൊടുക്കാനുള്ളത്. രാവിലെ മുതൽ വൈകുന്നേരം വരെ നോമ്പാണ്. പക്ഷേ അവൾക്ക് ആർത്തവരക്തം തുടങ്ങുന്നത് 6:30. ഇവര് 10 മിനിറ്റ് നോമ്പ് തുറക്കണ്ടായിരുന്നു. പക്ഷേ ആ നോമ്പ് അവൾക്ക് എന്ത് ചെയ്യും, നോറ്റ് വീട്ടേണ്ടതുണ്ട്. പക്ഷെ അവളുടെ നിയ്യത്തിനനുസരിച്ച് അവൾ അനുഭവിക്കുന്ന ഒരു കാര്യം, പടച്ചോനാണല്ലോ കൂലി കൊടുക്കുന്നത്, അത് അള്ളാഹു കൂലി കൊടുക്കും. പക്ഷെ ആ നോമ്പ് നോറ്റ് വീട്ടേണ്ടതാണ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് അതിന്റെ വിധിവിലക്കുകൾ എന്നാണ് പറഞ്ഞത്. ചുരുക്കം, അറിഞ്ഞും പഠിച്ചും റമദാനിലേക്ക് കയറി ചെന്ന് വിവരമുള്ളവരായി ഒരു ഇബാദത്ത് എടുക്കുമ്പോൾ, നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ ശഅബാൻ 15 ബറാത്ത് നോമ്പ് എടുത്ത മനുഷ്യന്മാർക്കൊന്നും അധികം ആൾക്കും അറിയില്ല ഇതിന്റെ പിന്നിൽ എന്താ ചരിത്രം. അതുകൊണ്ട് തന്നെ നമ്മളെ നാട്ടിൽ പല ആളുകളും അത് എടുത്തു. അങ്ങനെ നോമ്പിനെ കുറിച്ചും വിധിവിലക്കുകളെ കുറിച്ചൊന്നും അറിയാത്ത ആളുകളായി, ആരാധനകൾ എടുക്കുന്ന ആളുകളായി നമ്മൾ മാറാൻ പാടില്ല. പഠിച്ചും മനസ്സിലാക്കി ഉൾക്കൊണ്ടുകൊണ്ടുമുള്ള ആരാധനകളിൽ മുഴുകാൻ നമുക്ക് കഴിയണം. അള്ളാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹുവെ, റമളാനിൽ സാക്ഷികളാകാൻ നീ ഞങ്ങൾക്ക് അനുവാദം തരേണമേ റഹ്മാനെ. അള്ളാഹുവെ, അലസതയും മടിയും മാറ്റിവെച്ച് ഒരു യുദ്ധക്കളത്തിൽ ഒരു പോരാളി പോരാടുന്നത് പോലെ
റമളാനിന്റെ പകലുകളിലും രാത്രികളിലും നിനക്ക് വേണ്ടിയിട്ടുള്ള ആത്മാർത്ഥമായ ആരാധനകളിൽ മുഴുകാൻ നീ ഞങ്ങൾക്ക് തൗഫീഖിനെ പ്രദാനം ചെയ്യണമേ റഹ്മാനെ. അല്ലാഹുവേ, നാളെ പരലോകത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ ലഭ്യമായ റമളാനുകളെ കൊണ്ട് സ്വർഗത്തിലേക്ക് റയ്യാൻ കവാടത്തിലൂടെ കടന്നു പോകുന്നവരിൽ നീ ഞങ്ങൾ ഉൾപ്പെടുത്തണമേ റഹ്മാനെ. അല്ലാഹ്, നോമ്പ് കടന്നു വരുമ്പോൾ മനസ്സ് വേദനിക്കുന്ന ചിലരെങ്കിലും ഞങ്ങളുടെ നാട്ടിലും കുടുംബത്തിലുണ്ട്. നോമ്പെടുക്കാൻ കഴിയില്ലല്ലോ, ആരോഗ്യാവസ്ഥ പരിതാപകരമാണല്ലോ എന്നാണ് അവരുടെ വേദന. അള്ളാഹുവേ, എല്ലാറ്റിനും കഴിവുള്ളവൻ നീയാണല്ലോ. അവരുടെ പ്രയാസങ്ങളെ നീ നീക്കി കൊടുക്കണമേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. والحمد لله رب العالمين. اللهم صل على محمد. أقم الصلاة.